അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഒരു ആനക്കൂട്ടത്തിനെയാണ് കാണാൻ പോയത്. കുറേ അമ്മമാരും കുഞ്ഞുങ്ങളും നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഒരു കാഴ്ച കണ്ടു. ലെപ്പേർഡ് ഒരു കില്ല് കഴിഞ്ഞിട്ട് അതിന് കിട്ടിയ ഇരയായിട്ട് എൻ്റെ മുകളിൽ നിൽക്കുകയാണ്, ഒരു മരത്തിൻ്റെ മുകളിൽ. അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്ത് എടുത്തിട്ട് പോകുമെന്നൊക്കെ നോക്കിയിട്ട്. അതുകൊണ്ട് കുറേ നേരം നമ്മൾ നോക്കിയിരുന്നു. പക്ഷേ രണ്ടാമത്തെ ദിവസം ആദ്യമായിട്ടൊരു കില്ല് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ശേഷം അതതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി പിന്നീട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തേക്കും. അത് ഫുള്ള് ചേസ് ചെയ്ത് ഓരോ വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വീണ്ടും ഇനി എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ളത് നോക്കിയുള്ള യാത്രയിലാണ്. ക്ലൗഡ്സിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും റോങ്കായ് പ്രൈഡിൻ്റെ അടുത്തെത്തി. അവിടെ ഫീമെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിങ്ങനെ ഒരു പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് എണീക്കുന്നു, തല പൊക്കുന്നു, തിരിച്ച് കിടക്കുന്നു. ഓരോരുത്തർ കാഴ്ച കാണുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന തിരക്കിലാണ്. ഇത്ര അടുത്താണ്, നമുക്കിത് കാണുമ്പോൾ ഒത്തിരി ദൂരെയായിട്ട് തോന്നും, പക്ഷെ വളരെ അടുത്താണ് ഇവർ കിടക്കുന്നത്. ഒരു 10 മീറ്റർ പോലും നമ്മളും അവരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ കെനിയയിൽ നല്ല മഴയായിരുന്നു ആ സമയത്ത്. പക്ഷെ പകൽ മുഴുവൻ വെളിച്ചാണെങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും മഴക്കാർ വന്നു. ആ സമയത്ത് തന്നെയായിരുന്നു ഗസൽസും സീബ്രാസും കൂടെ മെയ്യുന്നൊരു രംഗം കാണാൻ പറ്റിയത്. അവിടെ നിന്ന് കുറച്ച് നേരം നമ്മളത് വീക്ഷിച്ച് സൺസെറ്റ് കാണാൻ പറ്റിയില്ല മഴക്കാറ് കാരണം. അങ്ങനെ നമ്മൾ ആ ഡേ വൈൻഡപ്പ് ചെയ്ത് തിരിച്ചു പോന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.